ഹലോ എവ്രി വൺ. 3 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടി ഇടത്തെ കൈയിൽ ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഫാമിലിയിലെ ഒരാൾ പറയുകയാണ്, ഇടത്തെ കൈ കൊണ്ടാണോ ഫുഡ് കഴിക്കേണ്ടത്, വലത്തെ കൈ കൊണ്ട് കഴിക്കൂ. ഇപ്പോൾ തന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇതൊരു ശീലമായി മാറും. ഇത് കേട്ട് കുട്ടിയുടെ പാരന്റ് കൺഫ്യൂസ്ഡ് ആവുന്നു. ഇടത്തെ കൈ യൂസ് ചെയ്താൽ എന്താണ് പ്രശ്നം? ഇനിയിപ്പോൾ വലത്തെ കൈ യൂസ് ചെയ്യാൻ പറയണോ? ഫോഴ്സ്ഫുള്ളി റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ ഇത് ഡോക്ടറെ കൂടെ കാണിക്കണോ? ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് 2 കൈകളുണ്ടെങ്കിലും നമ്മൾ വളരുന്നതിനനുസരിച്ച് ഒരു കൈ നമ്മൾ നാച്ചുറലായിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഹാൻഡഡ്നെസ്സിന് പിന്നിലെ ബ്രെയിൻ സയൻസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. കാലക്രമേണ ഒരു കുട്ടി വളരുമ്പോൾ എഴുതുക, വരയ്ക്കുക, എറിയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങളുടെ ഉപയോഗം ഇതുപോലുള്ള സ്കിൽഡ് മൂവ്മെന്റ്സിനൊക്കെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക വശം കൂടുതൽ എഫിഷ്യന്റ് ആവും. ഇതിനെയാണ് ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ചിലരിൽ അത് ഇടതാവാം, ചിലരിൽ വലതുവാവാം. ഇതിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയറും ആണ്. ഇതിനർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ വലത്തുവശം പ്രത്യേകമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇതൊരു പ്രശ്നമേ അല്ല. ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഹാപ്പനിങ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഷുഡ്. പിന്നെ ഇത് കുട്ടിയോ മുതിർന്നവരോ ഒക്കെ ചൂസ് ചെയ്യുന്ന ഒന്നല്ല, ബ്രെയിൻ നാച്ചുറലായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി കൈകളെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ 2 കൈയും ഒരുപോലെ ഉപയോഗിക്കുന്നതെല്ലാം തികച്ചും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഹാൻഡ് പ്രിഫറൻസ് യൂഷ്വലി ഡെവലപ്പ് ചെയ്യുന്നത് 4 വയസ്സിനും 5 വയസ്സിനും ഇടയിലാണ്. ഇത് 6 വയസ്സ് വരെയും ചിലരിൽ കാണാം, അതും തികച്ചും നോർമലാണ്. ഇനിയിപ്പം ഈ പ്രായപരിധിക്ക് താഴെയുള്ള കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അവരോട് പറയാം, ഇത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, തികച്ചും നോർമലാണെന്ന്. സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ വേൾഡ് പോപ്പുലേഷനിൽ ഏകദേശം 10% ആളുകളും നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നാണ്. അതുപോലെ തന്നെ പാരൻസിൽ ഒരാൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ലെഫ്റ്റ് ഹാൻഡഡ്നെസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടിലോട്ട് പോകാം. ഐ വോണ്ട് യു ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ക്യാൻ ഹാപ്പൻ വെൻ യു ഫോഴ്സ് എ ചൈൽഡ് ടു ചേഞ്ച് ഹാൻഡ്സ്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ഒരാളെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി പ്രേരിപ്പിച്ചാൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവാം? ഫസ്റ്റ് വൺ, ഡിസ്റപ്ഷൻ ഓഫ് ബ്രെയിൻ ഓർഗനൈസേഷൻ. അതായത് നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ബ്രെയിനിലെ റൈറ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും മോട്ടോർ കൺട്രോളിന് വേണ്ടി റെഡി ആയിട്ടുണ്ടാവുക. അത് നാച്ചുറലായിട്ട് ആ കുട്ടിക്കുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ബ്രെയിനിന്റെ വയറിംഗ് പ്രോസസ്സിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിനിന് കൺഫ്യൂഷൻ ആവും. അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനത്തെ ഇത് തടസ്സപ്പെടുത്തും. ഇനി മറ്റൊന്നാണ് ഫൈൻ മോട്ടോർ ആൻഡ് അക്കാഡമിക് ഡിഫിക്കൽട്ടീസ്. ഫോഴ്സ്ഫുള്ളി ഹാൻഡഡ്നെസ് ചേഞ്ച് ചെയ്യുന്ന കുട്ടികളുടെ കൈയക്ഷരം മോശമാകാം, അവരെ എഴുതുന്നതിന്റെ വേഗത കുറയാം, കൈകളുടെ സ്ട്രെങ്തും ഗ്രിപ്പും കുറയാം, കട്ടിംഗ്, ത്രെഡിംഗ്, ഡ്രോയിങ് പോലുള്ള ടാസ്കുകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഹാൻഡഡ്നെസ് ചേഞ്ച് ചെയ്യുന്നത് വഴി ബ്രെയിൻ ഹാൻഡ് കണക്ഷൻ ഫുള്ളി ഡെവലപ്പ് ചെയ്യാത്തതാണ് ഇതിന്റെയൊക്കെ കാരണം. അടുത്തതാണ് സ്പീച്ച് ലാംഗ്വേജ് ഇമ്പാക്ട്. ആസ് എൻ SLP, ദിസ് ഇസ് ദ കണക്ഷൻ ഐ വാണ്ട് ടു ഹൈലൈറ്റ് വെരി ക്ലിയർലി. സംസാര വൈകല്യങ്ങൾ, വിക്ക്, സംസാരിക്കാനുള്ള മടി, ഇതൊക്കെ ഫോഴ്സ്ഫുള്ളി ഹാൻഡഡ്നെസ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഹിസ്റ്റോറിക്കലി അതുപോലെ തന്നെ ക്ലിനിക്കലി എവിഡൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാവാം? ബിക്കോസ് നമ്മുടെ ഹാൻഡ് ഡൊമിനൻസ് കൺട്രോൾ ചെയ്യുന്ന സെയിം ബ്രെയിൻ ഹെമിസ്ഫിയർ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആൻഡ് സ്പീച്ച് പ്രൊഡക്ഷൻ. സോ ബ്രെയിനിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ലാറ്ററലൈസേഷനെ ഫോഴ്സ്ഡ് ഹാൻഡഡ്നെസ് വഴി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് സ്പീച്ച് മോട്ടോർ കൺട്രോൾ ആസ് വെൽ. ഇങ്ങനെ ചെയ്താൽ എല്ലാ കുട്ടികൾക്കും വിക്ക് വരും എന്നല്ല പറഞ്ഞു വരുന്നത്, ബട്ട് ദ റിസ്ക് ഇസ് ദർ. ഇനി മറ്റൊന്നാണ് പുവർ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട്. നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു കുട്ടിയെ കറക്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഈ കൈ അല്ല ആ കൈ നീ യൂസ് ചെയ്യുക, ഇത് കറക്റ്റ് അല്ല എന്നൊക്കെ കുട്ടിയോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ കുട്ടി എന്താ എക്സ്പീരിയൻസ് ചെയ്യുക? ഫ്രസ്ട്രേഷൻ. ദേ കീപ് ഡൂയിങ് സംതിങ് റോങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് വൈ. കൂടാതെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോവോ, തിരുത്തപ്പെടുമോ എന്നുള്ള പേടി. ഇതുവഴി കുട്ടിയുടെ ആത്മവിശ്വാസം കുറയുന്നു, തനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കുട്ടി വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇമോഷണൽ സ്കാർസ് ക്യാൻ സ്റ്റേ ലോങ് ആഫ്റ്റർ ദ ഹാൻഡഡ്നെസ് ഇഷ്യൂ ഈസ് കറക്റ്റഡ്. അപ്പോൾ ഫോഴ്സ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഫോഴ്സ് ചെയ്യാതെ എന്തൊക്കെ ചെയ്യണം? ഇറ്റ്സ് വെരി സിമ്പിൾ.
കുട്ടിക്ക് ഏത് കൈയാണോ യൂസ് ചെയ്യാൻ വേണ്ടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നത് ആ കൈ യൂസ് ചെയ്യാൻ സമ്മതിക്കുക. ഡു നോട്ട് റീഡയറക്ട്. പിന്നെ 2 കൈയും യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എൻകറേജ് ചെയ്യിക്കാം. ക്ലേ, ബിൽഡിംഗ് ബ്ലോക്സ്, പസിൽസ് പോലുള്ള ടോയ്സ് കൊടുക്കാം, കളറിംഗ് ചെയ്യിപ്പിക്കാം, സേഫ് ആയിട്ടുള്ള കട്ടിംഗ് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. കൂടാതെ സെൽഫ് ഫീഡിങ്, തനിയെ ഫുഡ് കഴിക്കാനും എൻകറേജ് ചെയ്യുക. ഹാൻഡ്നെസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. യുവർ റോൾ ഇസ് നോട്ട് ടു ചൂസ് ദ ഹാൻഡ്, യുവർ റോൾ ഇസ് ടു സപ്പോർട്ട് ദ ചൈൽഡ്. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു പ്രൊഫഷണലിന്റെ സഹായം തേടേണ്ടതുണ്ടോ? നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ചില സയൻസ് ഉണ്ട്. 6 മുതൽ 7 വയസ്സായിട്ടും പ്രത്യേകിച്ച് ഒരു ഹാൻഡ് പ്രിഫറൻസും ഇല്ലാതിരിക്കുക. കുട്ടി ഒരു കൈ മാത്രം യൂസ് ചെയ്യുകയും മറ്റേ കൈക്ക് വീക്ക്നെസ്സോ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സോ ഉള്ള പോലെ തോന്നുകയും ചെയ്യുക. അൺയൂഷ്വൽ ഹാൻഡ് യൂസിനോടൊപ്പം തന്നെ വാക്കിംഗ് ഡിലേ, അതുപോലെ തന്നെ സ്പീച്ച് ഡിലേ പോലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിലേസ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹാൻഡ് യൂസ് ചെയ്യുമ്പം കുട്ടി വളരെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ വേദനയുണ്ടെന്ന് പറയുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടണം. ഓർക്കുക, ലെഫ്റ്റ് ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, അതൊരു ഡിസോർഡർ അല്ല. ഇറ്റ്സ് എ നാച്ചുറൽ ബ്യൂട്ടിഫുൾ വേരിയേഷൻ ഓഫ് ഹൗ ഹ്യൂമൻ ബ്രെയിൻസ് ആർ വയേർഡ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, സച്ചിൻ തെണ്ടുൽക്കർ, ബറാക് ഒബാമ, അമിതാഭ് ബച്ചൻ ഇവരൊക്കെ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.